ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി പിന്നെ അതിനെപ്പറ്റി വേറെ ചോദിക്കണ്ട. ഇന്നലെയുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ജമാഅത്ത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സാർവദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മതരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ്. RSSനെ പോലെ തന്നെ RSS ഇന്ത്യയിലാണ് ഹിന്ദുരാഷ്ട്രം, ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ധ്രുവീകരണ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ലോകത്തെമ്പാടും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യം മുന്നിൽ നിന്ന് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, നിലകൊള്ളുന്നു എന്ന് പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ള വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി. അതുമായിട്ട് ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു എന്നും ഇനി മുന്നണിയുടെ ഭാഗമായിട്ട് മാറാനാണ് സാധ്യത എന്നും നൽകുന്ന സൂചന. UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ഓരോരുത്തരും കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വർഗീയ കൂട്ടുകെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട UDF എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കേരളത്തിലെയും നിലമ്പൂരിലെയും വോട്ടർമാർ ശരിയായ രീതിയിൽ തിരിച്ചറിയും. മതനിരപേക്ഷ ഉള്ളടക്കത്തിന് നല്ല മുൻകൈയുള്ള നാടാണ് കേരളം. അതിൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന തൊഴിലാളി വർഗ അടിസ്ഥാനം കൂടിയുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. തീർച്ചയായും ഈ വർഗീയ കൂട്ടുകെട്ടിന് ഇവിടെയുള്ള ജനത, വോട്ടർമാർ കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. UDF എന്തൊക്കെ ഉന്നയിക്കുന്നുണ്ട്? തെറ്റായ കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടി. ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി പിന്നെ അതിനെപ്പറ്റി വേറെ ചോദിക്കണ്ട. ഇന്നലെയുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഏത് ഘടകകക്ഷികൾ? അതായത് പറഞ്ഞ ഘടകകക്ഷികൾ പറയട്ടെ. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുകെട്ടി നടത്തിയാൽ ഉണ്ടാവുന്ന അപകടത്തെ സംബന്ധിച്ച് അവർക്ക് വ്യക്തിയില്ല, അവർ പറയട്ടെ. പിന്നെ എന്താക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അൻവറിനെ കൂട്ടാതിരുന്നല്ലോ. അൻവറിനെ കൂട്ടാതിരുന്നവർക്ക് ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടുന്നതിന് വേറെ എന്ത് ന്യായീകരണമുള്ളത്? അത് പറയേണ്ടതാണ്, വ്യക്തമാക്കട്ടെ.